ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് വർണ്ണാഭമായ തുടക്കം. ആരാധകർക്കായി വൻ ഉദ്ഘാടന ചടങ്ങുകളാണ് ഫിഫ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ഇന്ന് കളത്തിലിറങ്ങും. ദക്ഷിണാഫ്രിക്കയാണ് ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് ലോക മാമാങ്കത്തിന് കിക്ക് ഓഫ്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, ഇതിഹാസങ്ങൾ അവരുടെ അവസാന ലോകകപ്പിന് ഇറങ്ങുകയാണ്. ഇനി കേവലം 10 മണിക്കൂർ മാത്രമാണ് ലോകകപ്പിന് പന്തുരുളാൻ ബാക്കിയുള്ളത്. ഫിഫ വമ്പൻ ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അമേരിക്കയും കൂടി ഇത്തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ വിവാദങ്ങൾക്കൊന്നും കുറവില്ല. ആവേശം എത്രത്തോളമുണ്ട്? തീർച്ചയായും സാന സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു ലോകകപ്പിനാണ് ഇനി ലോകം കാണാൻ കാത്തിരിക്കുന്നത്. അത് 48 ടീമുകൾ മാറ്റിയിരിക്കുന്ന 3 വേദികളിൽ 3 രാജ്യങ്ങളായി നടക്കുന്ന മത്സരമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തവണ എത്തുന്ന 48 കരുത്തന്മാർ തന്നെയാണ്. അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇല്ലെങ്കിൽ അത് 2022 ലോകകപ്പിൽ 32 ടീമുകളായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 16 ടീമുകൾ ഉയർത്തിക്കൊണ്ട് അത് 48 ഉയർന്നുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ലോകകപ്പിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ മത്സരങ്ങളുടെ എണ്ണത്തിലും ടീമിന്റെ വർധനയെ തുടരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ 64 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം 104 മത്സരങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിഹാസ താരങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി, അതേപോലെ തന്നെ നെയ്മറിന്റെയും ഒപ്പം കെവിൻ ഡി ബ്രൂയിന, ലൂക്ക മോഡ്രിച്ച്, മുഹമ്മദ് സലാ എന്നിവരുടെ അടക്കം അവസാന ലോകകപ്പ് കൂടിയാണ് ഈ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. കേരളത്തിലും ആ ഒരു ഓളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും അടക്കമായി ഓരോ ഇടങ്ങളിലും അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് രാത്രി 9:30-യോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവുക. അതായത് മത്സരം തുടങ്ങാൻ 90 മിനിറ്റിന് മുമ്പ് തന്നെ ഉദ്ഘാടന ചടങ്ങോടെ തന്നെ ലോകകപ്പിനെ ആവേശം വിതരും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഷക്കീറ ഉൾപ്പെടെയുള്ളവർ ഇന്ന് താരനിബിഡമായ ഉദ്ഘാടന ചടങ്ങാണ് ഫിഫ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഫിഫയുടെ ഔദ്യോഗിക ഗാനമായിട്ടുള്ള ഡായ് ഡായ് ഷക്കീറ ആലപിക്കും. ഒപ്പം ബേണാബോയും ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കൻ താരമായിട്ടുള്ള ടൈലയും അടക്കമുള്ളവർ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെത്തും. രാത്രി 12:30-യോടെ ഫുട്ബോൾ ലോകകപ്പിന് ഫുട്ബോൾ മാമാങ്കത്തിന് പന്തുരുളും. സോന. ശരി, ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.